ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഒരു ഇഫ്താർ വിശേഷം കണ്ടാലോ. അപ്പോൾ ഇന്ന് മൂന്നാമത്തെ നോമ്പാണ്. ഞങ്ങൾക്ക് ഇന്ന് 2 നോമ്പ് തുറണ്ട്. ഇക്കാൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലും ഒരുമിച്ചാണ് നോമ്പ് തുറ വെച്ചത്. എൻ്റെ വീട്ടിൽ വെച്ചത് അറിയാതെ ഇക്കാൻ്റെ വീട്ടിലും പെട്ടെന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ പിന്നെ എനിക്ക് രണ്ടിടത്തും പോകേണ്ടി വന്നു. ഞാനിവിടെ നോമ്പ് തുറന്നിട്ട് പിന്നെ തറവാട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്, ഇക്കാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് തന്നെ എൻ്റെ വീട്ടിലേക്ക് വന്നു. ഒറ്റയ്ക്കായിരുന്നു. 2 അനിയത്തിമാരാണുള്ളത്. പക്ഷെ ഒരാൾ ചെന്നൈയിലും ഒരാൾ ഇപ്പോൾ വരുന്നേ ഉള്ളൂ. അവളുടെ ഹസ്ബൻഡ് കോഴിക്കോടാണ് വർക്കിംഗ്. അപ്പോൾ ഇനിയിപ്പോൾ വന്ന് പോയാൽ ഇനി പെരുന്നാൾക്ക് വരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അവരെപ്പോൾ വിളിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ നോമ്പ് തുറ വെച്ചതാണ്. ഇല്ലെങ്കിൽ കുറേ കൂടി കഴിഞ്ഞിട്ടൊരു 10 നോമ്പൊക്കെ ആകുമ്പോഴേക്കേ വയ്ക്കാറുള്ളൂ. അപ്പോൾ ഞാൻ വന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് കിടന്നു. കുട്ടീനെയൊക്കെ ഉറക്കിയതിന് ശേഷം പിന്നെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ നിന്നു. ഫ്രൂട്ട്സൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിട്ടിയ ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ട് സാലഡ് ഉണ്ടാക്കി ഒക്കെ ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 പാക്കറ്റോളം വിപ്പിംഗ് ക്രീമും ഒരു 4 ബൗൾ ഐസ്ക്രീമും പിന്നെ അതുപോലെ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്ത് വെച്ചു. അത്രയേ ഉള്ളൂ. ഇത് നല്ല ടേസ്റ്റാണ്. കസ്റ്റാർഡ് ചേർക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി നല്ലത് എനിക്ക് ഇങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇത് വീട്ടിൽ നിന്ന് കണ്ടൊരു പഴമാണ്. എനിക്കിതിൽ ചെറിയൊരു പഴം തന്നിട്ടുണ്ട്. ഇത്രയും വലുത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്നതാണ്. ഇത്ര വലുത് ഞാൻ ആദ്യമായിട്ട് എന്തായാലും കാണുന്നത്. നിങ്ങളാരെയും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ അത് ഇളക്കി അതങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ചു. പിന്നെ എണ്ണക്കടി വാങ്ങിച്ചു. പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ അതുപോലെ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഷമാമാണ് ജ്യൂസ് അടിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഈത്തപ്പഴം വെച്ചു. ഇതായിരുന്നു നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചിക്കൻ കറി, നെയ്ച്ചോറ്, ചില്ലി അതൊക്കെ വീട്ടിലുണ്ടാക്കി. പത്തിരി അതുപോലെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു താത്ത ഉണ്ടാക്കും. നല്ല പത്തിരിയായിരുന്നു. നൈസ് പത്തിരിയായിട്ട് ഉണ്ടാക്കി തരും. പിന്നെ അത് വാങ്ങിച്ചു. പിന്നെ അതുപോലെ തൈര് സലാഡും അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ നോമ്പ് തുറ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളുടെയൊക്കെ നോമ്പ് തുറ വിശേഷങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.